മണ്ണൂർ പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പുകൾ വ്യാപകമായി പൊട്ടിനശിക്കുന്നത് നിവാസികളെ കടുത്ത ദുരിതത്തിലാക്കുന്നു. പൈപ്പുകൾ വ്യാപകമായി പൊട്ടിക്കിടക്കുന്നത് നിവാസികൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായും ഉടൻ നടപടി വേണമെന്നും പഞ്ചായത്ത് അംഗവും ലീഗ് നേതാവുമായ വി എം അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പഴയ കോൺട്രാക്ടറുടെ കരാർ കാലാവധി മാസങ്ങൾക്ക് മുൻപ് അവസാനിച്ചതിനാലും പുതിയ നിയമനം നടക്കാത്തതിനാലും അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഇതുമൂലം പലയിടങ്ങളിലും പൈപ്പിലൂടെ ചെളി കലർന്ന മലിനജലമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഇത് വെള്ളത്തിന്റെ ഗുണനിലവാരത്തെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ആരോഗ്യത്തെ പോലും ഭീഷണിയിലാക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമായി അടിയന്തരമായി പുതിയ നിയമനം നടത്തണമെന്നും തകർന്ന പൈപ്പുകൾ ഉടൻ നന്നാക്കണമെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരോട് പഞ്ചായത്ത് അംഗം വി എം അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് സമരം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജലജീവൻ മിഷന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ണൂർ പഞ്ചായത്തിലുടനീളം പൈപ്പുകൾ, കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയിരിക്കുകയാണ്. മുൻ കാലഘട്ടങ്ങളിൽ പൊട്ടിയത് ഉടനെ തന്നെ നന്നാക്കിയിരുന്നൊരു പതിവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കോൺട്രാക്ടറുടെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് 3-4 മാസമായി വാട്ടർ അതോറിറ്റി പുതിയ കോൺട്രാക്ടറെ വെക്കാത്തതുകൊണ്ട് പൈപ്പ് പൊട്ടിയാൽ അത് റിപ്പയർ ചെയ്യുന്നതിന് ആളില്ലാത്ത വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടിയ പൈപ്പിലൂടെ മണ്ണും ചളിയും ഇറങ്ങി ജനങ്ങൾക്ക് മണ്ണ് കലർന്ന കുടിവെള്ളം കിട്ടുന്ന ഒരവസ്ഥയായിരിക്കുകയാണ്. നാവളിൻകടവിൽ നിന്നും പേരടിക്കുന്നുള്ള ഫിൽട്ടർ പ്ലാന്റിലേക്ക് അടിച്ച് അവിടെ നിന്ന് ഫിൽട്ടർ ചെയ്ത വെള്ളം അത് ആളുകൾക്ക് കിട്ടുന്ന ആ ലൈനിലാണ് ഈ പൊട്ടുകൾ കൂടുതൽ. ആ പൊട്ടൽ കാരണം നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളത്തിലാണ് ഈ മണ്ണും ചളിയും കലരുന്നത്. അതുമാത്രമല്ല, ഈ കുടിവെള്ളത്തിന് വളരെയധികം ക്ഷാമമുള്ള സമയത്ത് ഇതുപോലെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതും വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.